പശ്ചിമേഷ്യൻ ഭൂരാഷ്ട്രീയത്തിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ട് അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും നേരെ വിട്ടുവീഴ്ചയില്ലാത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ വൈദ്യുതി മേഖലകളെ ലക്ഷ്യം വയ്ക്കാൻ അമേരിക്ക മുതിർന്നാൽ മേഖലയിലെ അമേരിക്കൻ പങ്കാളിത്തമുള്ള എല്ലാ എണ്ണവാതക കേന്ദ്രങ്ങളും തകർക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. വെറുമൊരു ഭീഷണിക്കപ്പുറം തങ്ങളുടെ പരിധിയിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളുടെ പട്ടിക പുറത്തുവിട്ടുകൊണ്ട് ഇറാൻ തങ്ങളുടെ സൈനിക കരുത്തും നിശ്ചയദാർഢ്യവും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമാധികാരത്തിനുമേലോ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമേലോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ അത് അമേരിക്കയുടെ നാശത്തിന് വഴി തെളിക്കുമെന്നാണ് വിവരമുള്ള സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്ക ഒരു തെറ്റു ചെയ്താൽ മേഖലയിലെ അവരുടെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഞങ്ങളുടെ നിയമാനുസൃത ലക്ഷ്യങ്ങളായി മാറും എന്ന പ്രസ്താവന ഇറാന്റെ ആത്മവിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. മേഖലയിലെ ഊർജ്ജ സുരക്ഷയുടെ താക്കോൽ തങ്ങളുടെ കൈവശമാണെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യമുള്ള പ്രധാന എണ്ണക്കമ്പനികളെയും ശുദ്ധീകരണശാലകളെയും ഇറാൻ ഇതിനോടകം തന്നെ തങ്ങളുടെ മിസൈൽ പരിധിയിൽ അടയാളപ്പെടുത്തിക്കഴിഞ്ഞു. യുഎഇയിലെ അൽ ഹോസ്ന് ഗ്യാസ് ഫീൽഡ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അമേരിക്കൻ നിക്ഷേപവും പങ്കാളിത്തവുമുള്ള ഇത്തരം തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോകുന്നതാണ്. ഇറാന്റെ ഈ നീക്കം അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഖത്തറിലെയും സൗദി അറേബ്യയിലെയും വമ്പൻ വ്യവസായ സമുച്ചയങ്ങളും ഇറാന്റെ ലക്ഷ്യപട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറികളിലൊന്നായ റാസ് ലഫാൻ, ഖത്തറിലെ ഷെവ്രോൺ മെസൈദ് ഹോൾഡിംഗ്, സൗദിയിലെ പ്രശസ്തമായ സാംറഫ് റിഫൈനറി എന്നിവ ഇതിലുൾപ്പെടുന്നു. അതിനൂതനമായ മിസൈൽ സാങ്കേതികവിദ്യയും ഡ്രോൺ കരുത്തുമുള്ള ഇറാൻ ഈ ലക്ഷ്യങ്ങൾ നിഷ്പ്രയാസം തകർക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് പരോക്ഷമായി വ്യക്തമാക്കുന്നു. സൗദി അറേബ്യയിലെ അൽ ജുബൈലിലുള്ള സദാര കെമിക്കൽ കോംപ്ലക്സ് പോലുള്ള ബില്യൺ ഡോളർ ആസ്തിയുള്ള പദ്ധതികളും അപകടഭീഷണിയിലാണ്. അമേരിക്കൻ കമ്പനിയായ ഡൗ കെമിക്കൽസിന് വലിയ ഓഹരിയുള്ള ഇത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അത് അമേരിക്കൻ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് ഏൽക്കുന്ന കനത്ത പ്രഹരമായിരിക്കും. ഓരോ നിമിഷവും ഈ പട്ടിക പുതുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന ഇറാന്റെ പ്രഖ്യാപനം ഏതടിയന്തര സാഹചര്യത്തെയും നേരിടാൻ രാജ്യം സുസജ്ജമാണെന്നതിന്റെ തെളിവാണ്. ചുരുക്കത്തിൽ, വെറും വാക്കുകൾക്കപ്പുറം കൃത്യമായ കൃത്യതയോടെയും പ്ലാനിങ്ങോടെയുമാണ് ഇറാൻ നീങ്ങുന്നത്. ഇറാന്റെ ഊർജ്ജമേഖലയെ തൊട്ടാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ പങ്കാളിത്തമുള്ള സകല എണ്ണ കേന്ദ്രങ്ങളും കത്തിയമരുമെന്ന യാഥാർത്ഥ്യം അമേരിക്കയെ ഇരുത്തി ചിന്തിപ്പിക്കും. മേഖലയിൽ ഇറാന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിനൊപ്പം തങ്ങളെ പ്രകോപിപ്പിച്ചാൽ അതിന്റെ വില ലോകം മുഴുവൻ നൽകേണ്ടിവരുമെന്ന കടുത്ത രാഷ്ട്രീയ സൈനിക സന്ദേശമാണ് ഇവിടെ മുഴങ്ങുന്നത്. ഭരണമാറ്റമെന്ന പാശ്ചാത്യ ലക്ഷ്യങ്ങൾക്കും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കും മറുപടിയായി ആഗോള ഊർജ്ജ വിപണിയുടെ സിരാകേന്ദ്രമായ എണ്ണയെ തന്നെ ഒരു വജ്രായുധമാക്കി മാറ്റിയിരിക്കുകയാണ് ഇറാൻ. ഇത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക നങ്കൂരമായ ഊർജ്ജത്തിനുമേലുള്ള ഇറാന്റെ അപ്രമാദിത്വം പുനഃസ്ഥാപിക്കാനുള്ള പോരാട്ടമാണ്. എണ്ണയും ഊർജ്ജവും എന്നും രാഷ്ട്രീയത്തിന്റെ മൂർച്ചയുള്ള ആയുധങ്ങളാണ്. ലോകം പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വികസിത രാജ്യങ്ങളുടെയും ആഗോള ദക്ഷിണേഷ്യയുടെയും സാമ്പത്തിക ഭദ്രത ഇന്നും എണ്ണയിലധിഷ്ഠിതമാണ്. വികസിത രാജ്യങ്ങൾക്ക് മാറ്റങ്ങൾ താങ്ങാനാവെങ്കിലും സാധാരണക്കാരന്റെ അടുക്കളയിലെ തീ ജ്വലിക്കണമെങ്കിൽ എണ്ണയും ഗ്യാസും അത്യന്താപേക്ഷിതമാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആഗോള വ്യാപാരത്തിന്റെ ചക്രങ്ങൾ തിരിക്കുന്ന എണ്ണ രാഷ്ട്രീയത്തെ തങ്ങൾക്കനുകൂലമായി തിരിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇതാദ്യമല്ല. 1945 മുതൽ സൗദി അറേബ്യയുടെ സംരക്ഷകനായി അമേരിക്ക മാറിയത് തന്നെ ഈ കറുത്ത സ്വർണത്തിനു വേണ്ടിയായിരുന്നു. അറബ്, പേർഷ്യൻ ഗൾഫ് മേഖലകളിൽ എണ്ണ രാഷ്ട്രീയ ശക്തിയുടെ പര്യായമാണ്. എന്നാൽ ഇന്ന് ഉപരോധങ്ങൾക്കും ആക്രമണങ്ങൾക്കുമിടയിൽ ആഗോളക്രമത്തിൽ തങ്ങളുടെ സ്ഥാനമുറപ്പിക്കാൻ ഇറാൻ ഈ എണ്ണ രാഷ്ട്രീയത്തെ ഒരു പ്രതിരോധ കവചമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്നത്തെ ഇറാൻ നേരിടുന്നത് ഒരസ്തിത്വ പ്രതിസന്ധിയാണെങ്കിലും അവരുടെ പ്രതികരണം ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിനു ശേഷം വഷളായ സാഹചര്യം ഇറാനെ കൂടുതൽ കർക്കശമായ നിലപാടുകളിലേക്ക് നയിച്ചു. തങ്ങളുടെ ആത്മീയ നേതാവിനെ നഷ്ടപ്പെട്ട വേദനയിലും ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഒരു പ്രാദേശിക പ്രതിസന്ധിയെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഊർജ്ജ പ്രതിസന്ധിയാക്കി മാറ്റാൻ മേഖലയിലെ എണ്ണവാതക കേന്ദ്രങ്ങളെ ഉന്നം വയ്ക്കുന്നത് ശത്രുരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്.
ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർത്ത് ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കാമെന്നാണ് അമേരിക്കയും ഇസ്രയേലും കരുതുന്നത്. എന്നാൽ ഈ അതിക്രമണശ്രമം ഇറാനിയൻ ജനതയെ ഭരണകൂടത്തിനൊപ്പം കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. മിതവാദിയായ പ്രസിഡന്റ് പെഷസ്കേൻ വരെ ദേശീയ താൽപര്യങ്ങൾക്കായി ആയത്തുള്ളയുമായി കൈകോർത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഇറാന്റെ രാഷ്ട്രീയ ഐക്യത്തെയാണ് കാണിക്കുന്നത്. വിദേശ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു ജനതയുടെ ദേശസ്നേഹത്തിനു മുന്നിൽ ഉപരോധങ്ങൾ നിഷ്പ്രഭമാകുന്നു.